യുദ്ധം ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയെ മുച്ചൂട് മുടിപ്പിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല കേട്ടോ, ഇസ്രായേലിന്റെ സ്വന്തം ധനകാര്യ മന്ത്രാലയം തന്നെയാണ്. യുദ്ധം ഇസ്രായേലിന് ആഴ്ചയിൽ 9.4 ബില്യൺ INS ഏകദേശം 1000 കോടി US$ നഷ്ടമുണ്ടാക്കുന്നതായിട്ടാണ് ധനകാര്യ മന്ത്രാലയം പറയുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും ധനസ്ഥിതിയും ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു പരിഹാരമാണ് രാജ്യത്തിന് ഇപ്പോൾ ആവശ്യമെന്ന നിർദ്ദേശവും ധനകാര്യ മന്ത്രാലയം നൽകുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്ന റെഡ് അലർട്ടുകളാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. ഇതിനു പകരം പരിമിതമായ ഇളവുകൾ അനുവദിക്കുന്ന ഓറഞ്ച് അലർട്ടിലേക്ക് മാറണമെന്ന ആവശ്യവും ജനങ്ങൾക്കിടയിൽ വളരെയധികം ശക്തമാണ്. ഇതിലൂടെ നഷ്ടം പകുതിയായി കുറയ്ക്കാൻ കഴിയുമെന്ന ചില വിദഗ്ധ അഭിപ്രായവും രാജ്യത്തുടനീളം പരക്കുന്നുമുണ്ട്. സ്വന്തം ജനതയുടെ സാമ്പത്തിക ഭദ്രത ഇത്രയധികം തകർന്നിട്ടും ഭരണകൂടം യുദ്ധത്തിന്റെ വഴിയിൽ നിന്നും ഒട്ടും പിന്മാറാൻ തയ്യാറായിട്ടില്ല ഇതുവരെയായി. ലബനാനിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 77 പേരാണ് കേട്ടോ. ഇതിൽ 7 കുരുന്നുകളും ഉൾപ്പെടുന്നുണ്ട്. ഇവരുടെ ആക്രമണം കേവലം അതിർത്തികളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, വിദ്യാലയങ്ങളിലേക്കും ജനവാസ മേഖലയിലേക്കും കടന്നു കയറുകയാണ് ഇസ്രായേലും അമേരിക്കയും. മിനാബിലെ പ്രൈമറി സ്കൂളിൽ ബോംബിട്ട് 160ഓളം കുഞ്ഞുങ്ങളെ കൊന്നുതള്ളിയ ഇസ്രായേൽ ഇന്നലെയും 2 സ്കൂളുകളെ തകർത്തിരുന്നു. തെഹ്റാനിലെ ആശുപത്രികളും സ്കൂളുകളും ലക്ഷ്യമിട്ട് ഇന്നലെ നിരവധി വ്യോമാക്രമണങ്ങളാണ് US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയത്. ഇതോടെ ആക്രമണത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗികമായി 1300-ലധികം കടന്നിരിക്കുകയാണ്. ഗസയിലെ വംശഹത്യയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. തുടർച്ചയായുള്ള യുദ്ധങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധക്കുറ്റവാളിയായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യത്തു നിന്നും നാം ഇതിനും അപ്പുറം മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തം തന്നെയാണ്.